നമ്മൾ ഇന്ന് ടൊറന്റോ ഡൗൺ ടൗൺ വരെ പോവാണ്. ചുമ്മാ കാഴ്ച കാണാനല്ല, നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ മാച്ച് കാണാനല്ല പോകുന്നത്. ഞങ്ങളുടെ പൊന്നുവിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. ഫുട്ബോൾ മാച്ചിൻ്റെ ഹാഫ് ടൈമിൽ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഇന്ന് അവിടെ BMO ഫീൽഡിൽ വെച്ചാണ്. BMO ഫീൽഡിൽ വെച്ച് BC ലയൺസും ടൊറന്റോ അർഗോനാട്സ് ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ പൊന്നു ദീപി, ഇവള് ടൊറന്റോ ക്ലബിന്റെ ഭാഗമായിട്ടല്ലേ? അല്ലേ പൊന്നു? പക്ഷെ ഞാനത് വായിച്ചത് മനസ്സിലാക്കിയത് ടൊറന്റോ അർഗോനോട്ട്സിന്റെ ആ ക്ലബിന്റെ ഭാഗമായിട്ടാണ് ഇവര് പോകുന്നത്. എന്നിട്ട് ഹാഫ് ടൈമിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു നടത്തുന്ന ഷോ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഇവരുടെ ഡാൻസ് പഠിക്കാൻ പോകുന്ന ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിലാണ്. അവര് അവരുടെ പിള്ളേരെ ഇതിന് ഇങ്ങനെ വിടുന്ന ഒരു സ്റ്റേജ് പെർഫോമൻസ് പോലെ വിടുന്ന ഒരു ഹാഫ് ടൈമിൽ ഇവര് പെർഫോം ചെയ്യും. സ്റ്റേജ് അല്ല, ഫീൽഡ് പെർഫോമൻസാണ്. ഫീൽഡിൽ വെച്ചിട്ടാണ് പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ പൊന്നിപ്പോൾ കുറച്ച് നാളായിട്ട് K-pop ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഡാൻസ് സ്റ്റുഡിയോ കൊണ്ട് നടത്തുന്ന ഒരു പെർഫോമൻസ് ആണെന്ന്. അപ്പോൾ ഞാനും ആക്ച്വലി കാനഡയിൽ വന്നതിന് ശേഷം ആദ്യമല്ല ഇത് രണ്ടാമത് ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിൽ പോകുന്നത്. പണ്ട് ഇതുപോലൊരു മറ്റേ ഐസ് ഹോക്കി കാണാൻ വേണ്ടി പോയത് ടൊറന്റോ മേപ്പിൾ ലീവ്സിൻ്റെ. അത് കമ്പനിയിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആക്ച്വലി ഞാനും അമ്മയും ദീപിക്കും പൊന്നുവേ ഉള്ളൂ. നമുക്ക് 4 ടിക്കറ്റേ കിട്ടിയുള്ളൂ. പക്ഷേ 2 കുരുപ്പുകൾ വീട്ടിലിരിക്കുക. അവർക്ക് 4 ടിക്കറ്റ് കിട്ടിയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, അവർ വന്നാലും ഇത് ഒത്തിരി നേരം എടുക്കും. 7 മണിക്കേ ഉള്ളൂ ഷോ. പക്ഷെ ഞങ്ങളിപ്പോൾ ഇപ്പോഴേ പോവാം. കാരണം നമുക്ക് അവിടെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വന്നാൽ ബോറടിക്കും. പിന്നെ പിള്ളേരുടെ അടുത്ത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നമ്മുടെ മേമിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല ട്രാഫിക്കാണ്. നമുക്ക് 3:30 ആകുമ്പോൾ ചെല്ലണം. അപ്പോൾ ഇവർക്ക് അവരുടെ ഡാൻസ് ടീമുമായിട്ട് റിഹേഴ്സലും പ്രാക്ടീസും എന്തൊക്കെയുണ്ട്. 7 മണിക്കേ തുടങ്ങത്തുള്ളൂ. അതിൻ്റെ 7 മണിക്ക് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഹാഫ് ടൈമിലാണ് ഇവിടെ പെർഫോമൻസ്. നമ്മൾ ആക്ച്വലി ഇവിടെ എത്തി, BMO ഫീൽഡിനോട് എത്തി. പക്ഷേ നമുക്ക് പൊന്നുവിനെ കൊണ്ട് പോകേണ്ടത് ഗേറ്റ് 5ൻ്റെ അടുത്തോട്ടാണ്. അവിടെയാണ് ഇവിടെ ടീമൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ എൻ്റെ ഫ്രണ്ടിലെത്തിയത് ഗേറ്റ് 1-ലെത്തിയത്. ഗേറ്റ് ഇതാ ഇവിടാണ് സ്റ്റേഡിയം. അപ്പോൾ ഇതിവിടെ ഗേറ്റ് 2 ആണ്. ഈ സൈഡ് നമ്മൾ കറങ്ങി പോയി ഗേറ്റ് 5ൻ്റെ അവിടെ എത്തണം. അപ്പോൾ ഇതാണ് സ്റ്റേഡിയം. ഇതാണ് BMO ഫീൽഡ്. BMO എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ടോപ്പ് 5 ബാങ്കിൽ ഒരെണ്ണമാണ്. ബാങ്ക് ഓഫ് മോൺട്രിയൽ എന്നുള്ളതാണ് BMO. ഇവിടെ നിൽക്കുന്നത് മൊത്തം ഈ ഡാൻസ് അക്കാഡമിയുടെ സ്റ്റുഡൻസും അവരുടെ രക്ഷിതാക്കളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർക്ക് റിഹേഴ്സൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇത് പൊന്നുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മയും അച്ഛനുമാണ്. പരിചയപ്പെടുത്തിക്കും. ഇത് ജോയ് കല്യാണിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് റാനിയ. കല്യാണിയുടെ ഭയങ്കര ഫ്രണ്ടാ. അവന്റെ വിഷമം അവളെ കൊണ്ടുവന്നില്ല. സ്നോയി പൊന്നു, നിന്റെ ഫ്രണ്ട് സ്നോയി എന്ന് പരിചയപ്പെടുത്തിക്കേ. പൊന്നു, നിന്റെ ഫ്രണ്ട് സ്നോയി എന്ന് പരിചയപ്പെടുത്തിക്കേ അച്ഛൻ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. സ്നോയി പൊന്നുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സ്നോയി. നിങ്ങൾ സെയിം ക്ലാസ്? സ്നോയിക്കുന്നതാണോ? സെയിം ക്ലാസ്സിലാണോ? ഗ്രേഡ് 5 പൊന്നു അല്ല, സ്നോയി ഗ്രേഡ് 5, പൊന്നു ഗ്രേഡ് 6. ആക്ച്വലി ഇത് നമ്മുടെ നോർമൽ ഫുട്ബോളല്ല. ഞാൻ അങ്ങനെ ഒരു ഫുട്ബോളാണെന്ന് വെച്ചിട്ടാണ് വന്നത്. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് നോക്കിയത് എന്താ സംഭവം, ശരിക്കും ഏത് ക്ലബിനെ കുറിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ അമേരിക്കൻ ഫുട്ബോളാണ്. ശരിക്കും നോർത്ത് അമേരിക്കയിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് എപ്പോഴും അമേരിക്കൻ ഫുട്ബോളാണ്. ഇവിടെ നമ്മുടെ നോർമൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇവിടെ സോക്കർ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പം ഞങ്ങളും ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഫുട്ബോളിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ഇവിടെ ഉള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ചുമ്മാ മെസ്സി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തള്ളിക്കൊണ്ട് ചെല്ലുമ്പോൾ ആവേശം മുത്തി ചെല്ലുമ്പോൾ അവർ ചോദിക്കും ചോദിക്കും. അതേപോലെ ഇവിടെ അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറയുന്നത് മറ്റേ റഗ്ബിയിൽ നിന്നും ഫോം ചെയ്ത് വന്ന ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്. അതാണ് ഇവിടുത്തെ ഫുട്ബോൾ എന്ന് പറയുന്നത്. മറ്റേ നമുക്ക് പരിചയമുള്ള ഫുട്ബോളിന് സോക്കർ എന്നാണ് നോർത്ത് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്കൻ ഫുട്ബോളാണ്. ഹെൽമെറ്റ് വെച്ചിട്ടുള്ള
ഇങ്ങനെ ഇല്ല മല്ലന്മാർ ഇങ്ങോട്ട് വന്നിട്ട് ഇടിയും തൊഴിയൊക്കെ ഉണ്ടല്ലോ, ഒരു ബോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ളത്, അത് ആ മത്സരമാണെന്ന് നേരി കാണാൻ പോകുന്നത്. പക്ഷേ എന്തായാലും നല്ല ക്ലൈമറ്റാണ്, കിടിലം മഴയൊക്കെയാണ്, മഴയത്തിരുന്ന് കാണേണ്ടി വരും. കൊച്ചിൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉള്ളുണ്ട്. പക്ഷേ ഞങ്ങൾ മൊത്തം കാണാനിരിക്കുന്നില്ല, ഞങ്ങളൊരു 7 മണി 8 മണിയാകുമ്പോഴത്തേക്കും ഹാഫ് ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വിടും. താങ്കൾക്ക് ഈ കളിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഒരു കുന്തം അറിയത്തില്ല. ഞാൻ ക്രിക്കറ്റ് കാണുമായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ കളി കാണുമായിരുന്നു. മമ്മിക്ക് ഫുട്ബോൾ കണ്ടുണ്ടോ? നാട്ടിൽ കൊച്ചു പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൊണ്ട് തട്ടുന്നത്. ഇതാ ഫുട്ബോൾ അല്ല, ഇത് പൂര അടിയായിരിക്കും ഫുട്ബോൾ. ഞങ്ങളപ്പോൾ പൊന്നു റിഹേഴ്സലിന് പോയ സമയത്ത് ഞങ്ങളോട് ടിം ഹോട്ടൻസിൽ വന്നതാണ്. ഇവിടെ ഡൗൺ ടൗൺ അടുത്തുള്ളൊരു ടിം ഹോട്ടൻസിൽ വന്നതാണ് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 3 കാപ്പി വാങ്ങിച്ചു. നല്ല മധുരമിടാത്ത കറുത്ത ബ്ലാക്ക് കോഫി. എങ്ങനെയുണ്ട്? കോട്ടക്കിലെ കഷായം കുടിക്കുന്നവരിക്കും മധുരമിടാതെ കുടിച്ചിട്ട് ഇവളൊരു കാപ്പിയൊക്കെ ഒന്ന് കുടിച്ചിട്ട് തിരിച്ച് സ്റ്റേഡിയത്തിലോട്ട് പോവാണ്. എങ്ങനെയായിരുന്നു മാതാജി കാപ്പി? കാപ്പി ഉഗ്രനായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞേ, നമുക്ക് കോട്ടയ്ക്കൽ ആര്യവതിച്ചാലിന് കിട്ടുന്ന കഷായം. അത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവളോട് പറയുമായിരുന്നു, ഞാനിപ്പോൾ ഷുഗർ നിർത്തിയിട്ട് ഒരു 4 മാസമായി. ഇപ്പോൾ ഈ ഷുഗർ നിർത്തിയതിന് ശേഷം ഇപ്പോൾ ടിമോട്ടൻസിലൊക്കെ പോയി കാപ്പി കുടിച്ചാലും ഉണ്ടല്ലോ, കാപ്പി ഫുള്ള് കുടിക്കത്തില്ല. ഒരു 3-4 സിപ്പ് അതിൽ കൂടുതലും കുടിക്കത്തില്ല, കുടിക്കാൻ തോന്നത്തില്ല. ഞാൻ വിചാരിച്ച ശരിക്കും പറഞ്ഞാൽ ഞാൻ കോഫിക്ക് അഡിക്റ്റായി എന്ന് വിചാരിച്ചു. കാനഡയിൽ വന്നതിന് ശേഷം എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പുറത്ത് കടലോട്ട് പോകണമെങ്കിൽ തന്നെ നേരെ ടിമോട്ടൻസിൽ കയറി ഒരു കാപ്പി വാങ്ങിച്ച് ഇവിടെ വെച്ചിട്ടാണ് പോകുന്നതിന്. പക്ഷേ ഇത് ഷുഗർ നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാപ്പി വേണ്ട. ശരിക്കും നമ്മൾ കാപ്പിക്കല്ല അഡിക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ കൂടുതലും ഷുഗറിനാണ് അഡിക്റ്റ്. ഷുഗർ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഈ സാധനം കുടിക്കാനേ തോന്നില്ല. പ്രാക്ടീസ് കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു മുന്നു? അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നമ്മൾ ഒരു മലയാളിയെ പരിചയപ്പെട്ടു. ബ്രോ പേരെന്താ? ജോഷി സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോൾ ദാസായിട്ട് കാണിച്ച് ഇപ്പോൾ അവിടെ ഇപ്പോൾ മത്സരം തുടങ്ങാറായി, എല്ലാവരും ക്യൂ നിൽക്കുവാണ് ഇങ്ങനെ കയറാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക്. അപ്പോഴാണ് നമ്മുടെ ഒരു മലയാളിയെ പരിചയപ്പെട്ടത്. സ്റ്റുഡൻ്റ് ആണല്ലേ? എങ്ങനെ എന്താ ജോലി? ഇതാണോ ജോലി? ഇതാണ്. ഞാനിവിടെ കാഷ്വൽ ക്ലീനർ ആയിട്ടാണ്, പ്ലസ് ഡ്രൈവറാണ്. ഇവിടെ എക്സിബിഷൻ പ്ലേസിൽ ഞാനിപ്പം ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഇവിടെ ഉണ്ട്. പിന്നെ സിന്നിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ ഏപ്രിൽ 10 തൊട്ടാണ്. തീർച്ചയായിട്ടും അടിപൊളിയാണ്, കാരണം ഇവിടെ ഒരുപാട് ഇവന്റ്സ് നടക്കാറുണ്ട്. എനിക്കേറിലായാലും BMOയിലായാലും അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരിടത്ത് തന്നെ ജോലി ചെയ്യുന്നതിനേക്കാൾ വെറൈറ്റി ഇവന്റ്സ് കാണുന്നതുകൊണ്ട് ഇറ്റ്സ് റിയലി. അപ്പോൾ ഇത് എങ്ങനെ ഏത് കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? നമ്മൾ എക്സിബിഷൻ പ്ലേസിന് വേണ്ടിയിട്ടാണ്. ഡ്രൈവർ ആൻഡ് കാഷ്വൽ ക്ലീനർ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഗാർബേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലീനിങ്ങും പരിപാടികളുണ്ട്. ഇപ്പോൾ ഇവന്റ്സിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ ഡ്രൈവർ പോസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് വണ്ടിയിൽ പോകാറുണ്ട്. ഓക്കെ. ഇത് PR കിട്ടാൻ ഇപ്പോൾ സ്റ്റുഡന്റ് അല്ലേ? സ്റ്റുഡന്റ് PR ഇതിന് സപ്പോർട്ടബിൾ അല്ല. തീർച്ചയായും ഞാൻ പഠിക്കുന്ന DSW ആണ്, ഡെവലപ്മെന്റൽ സർവീസ് വർക്കർ, ഫ്രാൻഷോ കോളേജിലാണ്. ഇപ്പൊ ബ്രേക്ക് ടൈം ആയതുകൊണ്ട് നമുക്ക് 40 മണിക്കൂർ പണിയെടുക്കാറ്. സോ ഇറ്റ്സ് ഗുഡ്. എല്ലാ ആഴ്ചയിൽ 5 ദിവസം പണിയുണ്ട്. നാളെ ഇവിടെ വയനാട്. ഓക്കെ ബ്രോ, താങ്ക് യു. നടക്കട്ടെ. തീർച്ചയായിട്ടും. ഇത് ടൊറന്റോ അർഗോനോട്ട്സിന്റെ ഫാൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്നത്തെ കളി എന്ന് പറയുന്നത് ടൊറന്റോയും ബ്രിട്ടീഷ് കൊളംബിയയും തമ്മിലുള്ള പോരാട്ടമാണ്. ആര് ജയിക്കുമെന്നാണ് താങ്കളുടെ? ബ്രിട്ടീഷ് കൊളംബിയ ലയൺസും ടൊറന്റോ അർഗോനോട്ട്സ്. ആര് ജയിക്കുമെന്നാണ്? ടൊറന്റോയുടെ ടീ ഇല്ല, ടൊറാനോ. നമ്മൾ ഇവിടെ സ്റ്റേഡിയത്തിലെത്തി. നമ്മളിപ്പോൾ നമ്മുടെ സീറ്റിലാണ്. ഇവിടെ ഫീൽഡിൽ 2 ടീമുകൾ എത്തിയിട്ടുണ്ട്. അവർ വാമപ്പും കാര്യങ്ങളും ഒക്കെയാണ്. ഇനി ഈ കളി തുടങ്ങാൻ 35 മിനിറ്റ് കൂടെ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ, പക്ഷെ നല്ല വൈബാണ്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദീപി, നീ ആദ്യമായിട്ടാണോ സ്റ്റേഡിയത്തിൽ? മമ്മി ആദ്യമായിട്ടാണോ സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്നത്? എങ്ങനെയുണ്ട്? കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല, ഭയങ്കര ബഹളമാണ്. നീ ആദ്യമായിട്ടല്ലേ? പക്ഷെ അറിയാൻ വയ്യാത്ത കളിയാ കാണുന്നതേ ഉള്ളൂ. അല്ല, നീല. നീലയാണ്. അതാ നീല. ആ, ടൊറന്റോ ആർഗനട്ട്സ്. ഇങ്ങനെ കളി സ്റ്റാർട്ടായിരിക്കുന്നു.
ഇതിൻ്റെ പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ ടീം ബോളും കൊണ്ട് അവരുടെ ഗോൾ പോസ്റ്റിൻ്റെ ലൈൻ അപ്പുറം കിടക്കണം, അപ്പുറത്തെ ടീം ഈ ബോളും കൊണ്ട് ഇപ്പുറത്തെ ലൈൻ അപ്പുറം കിടക്കണം. അപ്പോൾ അതെനിക്ക് അറിയത്തില്ല, എനിക്ക് ഗോൾ അടിക്കുന്നതിനെ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അതല്ലെങ്കിൽ ആ ഗോൾ പോസ്റ്റ് ഇല്ലേ അതിനകത്തൂടെ ബോൾ കിക്ക് ചെയ്ത് കളഞ്ഞാൽ 3 പോയിന്റ് കിട്ടും. മനസ്സിലായി? അപ്പം അങ്ങനെ ഇതാ കളി വീണ്ടും തുടങ്ങി. അപ്പം അങ്ങനെ പൊന്നുവിനെ അവർ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഇപ്പോൾ ഈ ഒരു ഹാഫ് ടൈം ആവാറായി. അപ്പോൾ ഇനി അവിടെയാണ് അടുത്ത ഡാൻസ് പെർഫോമൻസ്. ഈ ഹാഫ് ടൈമിന് താഴോട്ട് പോകും. അവരുടെ ടീമാണ് താഴോട്ട് പോകുന്നത് എല്ലാവരും. ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്, പക്ഷെ അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഒരു ക്വാർട്ടർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ക്വാർട്ടർ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ടൊറൻഡോ ഒരു ഗോൾ അടിച്ചു, പക്ഷേ 6 പോയിന്റ് എന്നാണ് ബോർഡിൽ കാണിക്കുന്നത്. അതായത് ഒരു ടീം മറ്റേ ടീമിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് ബോൾ കൊണ്ട് കടന്നു പോയാൽ 6 പോയിൻ്റാണ് കിട്ടുന്നത്. ടൊറൻഡോ ഒരു ഗോൾ അടിച്ച് അവർക്ക് 6 പോയിൻ്റായി. ഇപ്പോൾ ഒരു ക്വാർട്ടർ കഴിഞ്ഞു, ഇപ്പോൾ രണ്ടാമത്തെ ക്വാർട്ടറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗോൾ അയ്യോ ബ്രിട്ടീഷ് കൊളംബിയ ഇപ്പോൾ 3 ഗോളൊന്നും അടിച്ചു. ബ്രിട്ടീഷ് കൊളംബിയയുടെ ടോട്ടൽ ഇപ്പോൾ 13. ഇപ്പോൾ ഓൾറെഡി 13 ഉണ്ട് അവർക്ക്. അവർ 2 ഗോൾ ഓൾറെഡി അടിച്ചായിരുന്നു. ഇപ്പോൾ അവരോട് ഒരെണ്ണം കൂടെ അടിച്ച് ഇപ്പോൾ 19 ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവര് വലിയ ചാമ്പ്യൻസ് അതൊക്കെ പറഞ്ഞ കളി കാണാൻ വന്ന് ഞങ്ങൾ കളി കാണാൻ വന്ന് ചാമ്പ്യൻസ് ആയിട്ടുള്ളവർ വരെ തോക്കാൻ തുടങ്ങി. അങ്ങനെ ഹാഫ് ടൈമായി. അപ്പോൾ ഇവിടെ ഡാൻസ് തുടങ്ങുകയാണ്. നമ്മുടെ പൊന്നുവിൻ്റെ ഡാൻസ് ടീമാണ് ഇവിടെ നിൽക്കുന്നത്. ബാക്കി വേറെ ടീമുകളൊക്കെയാണ്. നമ്മള് ശരിക്കും വന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് അല്ലേ? കളി കാണാനല്ലേ, നമ്മൾ ശരിക്കും ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഡാൻസ് തുടങ്ങുന്നതായിരിക്കും. പൊന്നു, ഇറ്റ് വാസ് സോ ഗുഡ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പൊന്നു? ഹൗ യു ഫീൽ? ശരിക്കും പറ. റിലീഫോ? ടെൻഷനായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? അടിപൊളിയായിട്ട് കളിച്ചു. അമ്മ കണ്ടില്ലേ ഇവിടെ ഡാൻസ്? നല്ലതായിട്ട് കളിച്ചു. ഓക്കെ അപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. ഞങ്ങൾ ആക്ച്വലി ഇതിനാണ് മെയിനായിട്ട് വന്നത്, കളി കാണാൻ വേണ്ടിയിട്ടല്ല. കളി നമുക്ക് കളി നല്ല രസമുണ്ട്, ആവേശമുള്ള കളിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് തണുക്കുകയും ചെയ്യുന്നു. നല്ല ജനുവരി പകുതിയായി, പക്ഷെ എന്നാലും നല്ല തണുപ്പാണ്. സോറി, ജനുവരി അല്ല, ജൂൺ പകുതിയായി. അല്ല, പിന്നെ പിള്ളേരും തന്നെ ആ വീട്ടില്, അതുകൊണ്ട് തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടല്ല, പക്ഷെ രസമുണ്ടായിരുന്നു. എനിക്കിത് കാണണമെന്നുണ്ടായിരുന്നു കളി. ഓക്കെ, കളി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായി. വലിയ പ്രയാസമുള്ള കളിയൊന്നുമില്ല, നല്ല കളിയാ. അല്ല, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം ഇടക്കിടക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതിവള് ഞാൻ എല്ലാം കറക്റ്റ് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ വിവരമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കണ്ടു വന്നപ്പം കളിയുടെ ഒക്കെ ഒരു ഇച്ചിരിയൊക്കെ മനസ്സിലായി തുടങ്ങി. നല്ല ആവേശമുള്ള കളിയായിരുന്നു. നല്ല രസം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച കാണാം. ഒരു ബൈ പറഞ്ഞ എല്ലാവരും. അല്ല, പക്ഷെ ആര് ജയിച്ചു എന്ന് പറയണ്ടേ? ജയിച്ചു എന്നുള്ളത് ഞാൻ ലാസ്റ്റില് അറിയത്തില്ല. ഇപ്പോഴത്തെ സ്കോർ എനിക്ക് തോന്നുന്നു എത്ര, 16-20, 16-20. ടൊറൻഡോ 16, BC 20 ആ നിലയിലാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ നോക്കട്ടെ, ഗൂഗിളിൽ വല്ലതും നോക്കിയിട്ട് ആരെ ജയിച്ചെന്ന് നോക്കി ഞാൻ എഴുതി കാണിക്കാം. അപ്പോൾ ശരി, നമുക്ക് നിർത്താം. ബൈ.